ബിസ്മില്ല ലേണിംഗ് ഹബ്. അപ്പോൾ നമ്മളിന്ന് SSLC മക്കൾക്ക് വേണ്ടിയിട്ടാണ്. SLC മക്കൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിനും A+ കിട്ടണം. അതിനുവേണ്ടി ഇപ്പോഴേ പരിശ്രമിക്കുക. നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത് 5 യൂണിറ്റ് ആണ്. ഒന്നാമത്തെ യൂണിറ്റിൽ ഒരു 3 ചാപ്റ്റേഴ്സ്, രണ്ടാമത്തെ യൂണിറ്റിൽ ഒരു 2 ചാപ്റ്റേഴ്സ്, മൂന്നാമത്തെ യൂണിറ്റിൽ വീണ്ടും 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, നാലാമത്തെ യൂണിറ്റിലും വീണ്ടും 2 ചാപ്റ്റേഴ്സ്, അഞ്ചാമത്തെ യൂണിറ്റിലും 2 ചാപ്റ്റേഴ്സ്. അങ്ങനെ മൊത്തത്തിൽ 12 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലേക്ക് പോവാം. എന്താണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര്? സഫറോം കി ജുഗൽ ബന്ദി എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ സഫർ എന്ന് വെച്ചാൽ എന്താ? സഫർ എന്ന് വെച്ചാൽ യാത്ര, അല്ലെ? അപ്പോ ഇത് നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു യാത്രയുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണെന്നല്ലേ. ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു ട്രെയിൻ യാത്രയുമായിട്ടാണ്. നമുക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഓക്കെ, പിന്നെ എന്താ പറയാ, എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക, A+ വാങ്ങിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? കിഡ്കി എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. എന്താണ് കിഡ്കി എന്ന് വെച്ചാല്? കിഡ്കി മീൻസ് വിൻഡോ എന്നാണ് അതിന്റെ മീനിങ്സ്, അല്ലെ? കിഡ്കി എന്ന് വെച്ചാൽ നമുക്കറിയാം വിൻഡോ, അല്ലെ? അപ്പൊ ഇത് എഴുതിയത് ആരാ? അഞ്ജു ഖർബന്ദ ആണ് ഈ കിഡ്കി എന്നുള്ള ഈ ലഘുകഥ എഴുതിയത്. ഇതൊരു ലഘുകഥ, അതായത് ഷോർട്ട് സ്റ്റോറി ആണ്. ഇത് എഴുതിയത് അഞ്ജു ഖർബന്ദയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, കിഡ്കി കിസ് വിധാക്കി രചനാഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക ലഘുകഥ എന്ന് എഴുതുക. ഓക്കെ ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ എന്താണ്? ഹോഷിയാർപുർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. അപ്പോ ഹോഷിയാർപുരത്ത് നിന്നും ഷാദി കാ കല്യാണത്തിന്റെ ബുലാവ ആയാ ഥാ. ബുലാവ മീൻസ് ക്ഷണക്കത്ത്, ഇൻവിറ്റേഷൻ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ആ ഇൻവിറ്റേഷൻ ലെറ്റർ വന്നത്? കല്യാണത്തിന്റെ ഹോഷിയാർപുരത്ത് നിന്ന്, അല്ലെ? ട്രെയിൻ സേ ജാന തൈ ഹുവ. അതായത് ഇവര് ഉള്ളിടത്ത് നിന്ന് ഹോഷിയാർപുരത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് യാത്രയുണ്ട്. അപ്പൊ അവര് പോകാൻ തീരുമാനിച്ചത് എന്തിലായിരുന്നു? ട്രെയിനിൽ പോകാനായിരുന്നു അവര് തീരുമാനിച്ചത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ധി. അതായത് ആ പോകാൻ തീരുമാനിച്ച സമയം ചൂടുള്ള കാലാവസ്ഥയൊന്നും അല്ലായിരുന്നു. ഒരു നോർമൽ, അതായത് ഇളം കാറ്റ്, ഇളം തണുപ്പ് അടിക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. ഇസ്ലിയെ സോച്ച, അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ചലോ ഇസ് ബാർ AC കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ. അപ്പോ അതുകൊണ്ട് അവർ ചിന്തിച്ചു, എന്താ? ചലോ ഇസ് ബാർ, ഇത്തവണ നമുക്ക് AC കെ ബജായ്, AC കമ്പാർട്ട്മെന്റിന് പകരം ജനറൽ കോച്ച് സെ, ജനറൽ കമ്പാർട്ട്മെന്റില് സഫർ കാ ആനന്ദ് ലിയാ ജായേ. അതായത് നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ നമ്മൾ യാത്ര ആസ്വദിക്കാമെന്ന് പറയാണ്. അവര് നോർമലി AC കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ തണുപ്പുള്ളത് കൊണ്ട് നമുക്കറിയാം, നോർമലി തണുപ്പുള്ള സമയത്ത് നമുക്ക് ACന്റെ ആവശ്യമില്ല. അപ്പൊ അവർ വിചാരിച്ചു ഒരു തവണ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോയി നമുക്ക് യാത്ര ആസ്വദിക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ? പെഹലെ, ആദ്യം തന്നെ ബീവി, ഭാര്യയും ബെച്ചെ, കുട്ടികളും ഒക്കെ ജനറൽ സേ ജാനെ പർ കുച്ച് നാരാസ് ഹുയെ. ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവര് ദേഷ്യപ്പെട്ടു. എന്താ കാര്യം? എന്താ? കാരണം അതിനകത്ത് നല്ല തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും, അല്ലെ? ഒരു പ്രൈവസി ഉണ്ടാകത്തില്ല, അതാണല്ലോ കാര്യം. അപ്പോ അങ്ങനെ അവർക്ക് നാരാസ്, ദേഷ്യം വന്നു. അതിൽ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഉടക്കായി. പിന്നെ അതിനുശേഷം എന്താ? പർ ഫിർ ധോടി നാ നുകുർ കെ ബാദ് മാൻ ഗയെ. എന്നാലും അതൊക്കെ അങ്ങനെ ആദ്യം ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിസമ്മതിച്ച ആ കാര്യം എന്താ ചെയ്തു? അവര് സമ്മതിച്ചു. ആദ്യം വിസമ്മതിച്ചു, പോകാൻ പറ്റത്തില്ല, ജനറൽ കമ്പാർട്ട്മെന്റിൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അവര് എന്ത് ചെയ്തു? വിസമ്മതിച്ചു. പക്ഷേ ലാസ്റ്റിൽ അവര് അത് സമ്മതിക്കുകയും ചെയ്തു. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പം ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകാന്നുള്ളത് എല്ലാവരും കൂടി ഒരു തീരുമാനം ലാസ്റ്റിലെടുത്തു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. അതായത് നമ്മുടെ ഡൽഹിയിൽ നിന്ന് ഏകദേശം, ലഗ്ഭഗ് മീൻസ് ഏകദേശം, 8 ഘണ്ടെ കാ സഫർ, 8 മണിക്കൂർ യാത്രയാണ് എവിടത്തേക്കുള്ളത്? ഹോഷിയാർപുരത്തേക്ക് ഉള്ളത്.
സീറ്റ് ബുക്ക് തി. ആ, സീറ്റൊക്കെ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തോ സിയാദ പരേശാനി നഹി ഹുയി. ആ, സീറ്റൊക്കെ ബുക്ക് ചെയ്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ, അല്ലെങ്കിൽ സീറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിന്നൊക്കെ അത്രയും തിക്കും തിരക്കിനിടയ്ക്ക് നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പൊ സീറ്റൊക്കെ ബുക്ക് ചെയ്തതുകൊണ്ട് അധികം ബുദ്ധിമുട്ടിയില്ല, അധികം വിഷമിക്കേണ്ടി വന്നില്ല. ബെച്ചോംനെ ഛട്ട് ഖിഡ്കി വാലി സീറ്റ് ചപ്പട്ട്ലി. ആ, അപ്പൊ നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലേ, നമ്മൾ ബസ്സിൽ കയറിയാലും ഇപ്പൊ ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും ഒക്കെ നമ്മൾക്ക് എവിടെ ഇരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം? വിൻഡോ സീറ്റിൽ ഇരിക്കാനാണ് ഇഷ്ടം അല്ലേ? നമ്മളിപ്പോ ഫ്ലൈറ്റിൽ പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടുന്ന സമയത്ത് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യും, നമുക്ക് വിൻഡോ സീറ്റ് തരാൻ കഴിയുമോ എന്ന് വിചാരിക്കും. ഓഫ് കോഴ്സ് അവർ വിൻഡോ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവർ തരുകയും ചെയ്യും അല്ലേ? അപ്പൊ നമുക്കതൊരു രസമാണ്, വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നത് നമുക്കൊരു രസമാണ് അല്ലേ? അപ്പോ സാരാ സാമാൻ സെറ്റ് കർ. എന്നിട്ട് എന്താണ്, നമുക്കറിയാം നമുക്ക് ഈ മൂന്ന് സംഭവത്തിൽ ബസ്സിലായാലും പിന്നെ അതുപോലെ ട്രെയിനിൽ ഫ്ലൈറ്റിലായാലും നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ലഗേജ് വെക്കാനായിട്ട് ഒരു പ്ലേസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അതെല്ലാം അവരവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തത്? മേ അവർ പത്നി ബാത്തോമേ മഷ്ഗൂൽ ഹോ ഗയേ. എന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും എന്ത് ചെയ്ത് യാത്രയില് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാനും ഭാര്യയും എന്ത് ചെയ്തു? സംസാരത്തിൽ ഇങ്ങനെ മുഴുകിയിരുന്നു. ഓക്കെ. അപ്പോൾ ആ ആരാ വരുന്നത്? ഒരാളിങ്ങനെ വരുക. ദീദി ജമ്മു കി ഷോൾ ലേലോ. ജമ്മുവിന്റെ ഷാളാണ്, ജമ്മുവിൽ നിന്നുള്ള ഷാളാണ്, ഇതെടുത്തോളൂ എന്ന് ഒരാള് പറഞ്ഞുകൊണ്ട് വരുവാണ്. ആരാണ് അയാള്? ബഹുത് ബെഡിയാ ഹേ. എന്നിട്ട് പറയുന്നുണ്ട് ഇത് വളരെ നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ പറയല്ലേ, ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്, ഇത് എടുത്തോളൂ, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്യിക്കാറുണ്ട് അല്ലെ? അതുപോലെ ഈ ആളും ഇവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയാണ്. ആരാണ് ആ ആള്? നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഒരു സ്ത്രീയാണ്. അപ്പോ വീണ്ടും പറയാ, രംഗ് ബിരംഗി സോറി രംഗ് ബിരംഗി ഷാളോം കാ ഭാരി ഗഡർ ഉഡായേ एक सांवली सलोनी कजरारी आंखों वाली യുവതി പത്നി കോ ഇസ്രാർ കർണേ ലഗി. അപ്പൊ എന്താണ്? അപ്പൊ ആദ്യം സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ദീദി ചേച്ചി ജമ്മു കി ഷോൾ ലേലോ, ജമ്മുവിൽ നിന്നുള്ള ഷാളാണ്, ഇത് എടുത്തോളൂ, ബഹുത് ബെഡിയാഹ, ഇത് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാ അവര് വരുന്നത്? രംഗ് ബിരങ്കി ഷാളോംക, പല നിറത്തിലുള്ള ഷാളുകളുടെ ഭാരി, ഒരു എന്താണ്, ഭാരമുള്ള, നല്ല ഭാരമുള്ള, ഗഡർ ഒരു കെട്ട്, ഉഡായെ എടുത്തുകൊണ്ട്, ഏക് സാവലി ഒരു എന്താണ്, ഇരുണ്ട നിറമുള്ള, സലോനി മനോഹരമായ, കജിരാരി ആംഖോം വാലി അതായത് കൺമഷിയൊക്കെ ഇട്ട ഒരു യുവതി സ്ത്രീയാണ്, പത്നിക്കോ ഇസ്രാർ കർണേലേക, എന്താണ്, എന്റെ ഭാര്യ ഇങ്ങനെ ഇതെടുക്കാൻ വേണ്ടിയിട്ട്, ഷാൾ എടുക്കാൻ വേണ്ടി നിർബന്ധിച്ചു കൊണ്ടേയിരുന്നത്. അപ്പൊ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് മനസ്സിലായല്ലോ. അവര് വർണ്ണിക്കുന്നതാണ് അത്. എങ്ങനെയുള്ളതാണ്? സാവലി സലോനി കജരാരി ആംഖോംവാലി യുവതി. ഓക്കെ. അപ്പോ ഭാര്യ ചോദിച്ചു, കിത്തനെ കീ ഹേ, എത്രയാ ഇതിന്റെ വില? അപ്പോ ആ സ്ത്രീ പറഞ്ഞു, അഢായി സൗക്കി. അഢായി എന്ന് വെച്ചാല് 2.5. അപ്പം സൗ എന്ന് പറഞ്ഞാൽ 100 അല്ലെ? അപ്പം 250 റുപ്പിയാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഭാര്യ, ഇത്തി മങ്കി, അതായത് ഒരു പഞ്ചാബി ടച്ചിലുള്ള ഒരു ടോക്കിംഗ് അവിടെ വരുന്നത്. നോർമലി നമ്മൾ ഹിന്ദിയിലാണെങ്കിൽ ഇത്തനീ മാങ്ക അങ്ങനെ ചോദിക്കുക, ഇത് ഇത്തി മങ്കി, ഇത്രയും വില കൂടുതലോ എന്ന് ചോദിച്ചു. അപ്പോ പുള്ളിക്കാരത്തി, നമ്മൾ ഓഫ് കോഴ്സ് നമ്മളൊരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇപ്പം ഫിക്സഡ് റേറ്റ് ഉള്ളിടത്തല്ല, നമ്മളിപ്പോൾ ഫുട്പാത്തിലൊക്കെ നമ്മളൊരു ഷോപ്പിങ്ങിന് മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളടുത്ത് ഒരു 450 പറയുന്ന ഒരു സാധനം നമ്മൾ 250 ഒക്കെ പറയും അല്ലെ? അപ്പൊ 250 ഒക്കെ പറയുമ്പോൾ നമുക്കൊരു 350 ഒക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ ബാർഗെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ വില കുറച്ച് വാങ്ങിക്കാൻ പറ്റൂ. അപ്പൊ അതുപോലെ ഇവിടെ ബാർഗെയിനിങ് ആണ് നടക്കുന്നത്. അപ്പോ ഇത്രയും മഹംഗി എന്ന് വെച്ച് ഇത്രയും വില കൂടുതലാണെന്ന് ചോദിച്ചപ്പോ നമ്മള് യുവതി പറഞ്ഞു, ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. ഒരുപാട് പീസ് എടുക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് തരാം എന്ന് അവര് പറഞ്ഞു. മുझे ദുക്കാൻ കോൽനെ മുझे ദുക്കാൻ കോൽനി ഹേ ക്യാ? ഞാൻ ഇതെല്ലാം കൂടെ വാങ്ങിക്കൊണ്ടുപോയിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് എന്താ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ലേലോന. അപ്പൊ യുവതി പറഞ്ഞു, എടുത്തോളൂ, ബഹനോം ഓർ ഭാബിയോം കേലിയേ. ഇവിടെ നിന്ന് ഇത്രയും എടുത്തിട്ട് പോയാലും സഹോദരങ്ങൾക്കും ചേട്ടന്റെ ഭാര്യമാർക്കൊക്കെ കൊടുക്കാലോ, ഷോപ്പൊന്നും ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഇവർക്കൊക്കെ കൊടുക്കാലോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്.
मैंने പത്നി കോ ഇഷാര കിയ. അപ്പോ ഇങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് ഭർത്താവ് എന്താ ചെയ്യുന്നത്? ഭാര്യയ്ക്ക് ഇങ്ങനെ കണ്ണ് കാണിച്ച് വാങ്ങിക്കണ്ട എന്നുള്ള രീതിയിൽ സൂചന കൊടുത്തു. അപ്പോ അതാ കിടക്കുന്നു. तो उसने आंखें तरेर कर मुझे चुप रहने का संकेत किया. ഭർത്താവ് എന്താ ചെയ്തത്? ഇങ്ങനെ കണ്ണ് കാണിച്ച് ഇഷാര സൂചന കൊടുത്തു, വാങ്ങിക്കണ്ട എന്നുള്ള ഇതിൽ കൊടുത്തു. പക്ഷേ എന്താ സംഭവിച്ചത്? ആ തോ ഉസ്നെ പത്നിയാണെങ്കിൽ തിരിച്ച് കണ്ണുരുട്ടിക്കൊണ്ട് ഈ പാവത്തിനെ പേടിപ്പിക്കാൻ തുടങ്ങി. മിണ്ടാതിരുന്നു എന്നുള്ള രീതിയിൽ പേടിപ്പിച്ചു. അച്ഛാ, 5 പീസ് ലൂ തോ കിത്തനെക്കെ ദോഗി? ഓക്കെ, ശരി. 5 പീസ് ലൂ, ഞാൻ 5 പീസ് എടുത്താല് തോ കിത്തനെക്കെ ദോഗി, എന്നാൽ എത്ര രൂപയ്ക്ക് തരുമെന്ന് ഭാര്യ ആ സ്ത്രീയോട് ചോദിച്ചു. 200 रुपये പെർ പീസ് ലേ ലേന ദീദി. ഓക്കെ ദീദി, ഒരു കാര്യം ചെയ്യും, ആ പെർ പീസിന് 200 രൂപ വെച്ചിട്ട് എടുത്തോളൂ. അപ്പം നമ്മളെ ഭാര്യ പറയാ, ന 100 रुपये പെർ പീസ്. ഇല്ല, അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് 100 റുപ്പയ്ക്കാണെങ്കിൽ, 100 റുപ്പീസിനാണെങ്കിൽ ഞാൻ പെർ പീസിന് 100 റുപ്പിക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറയാം. ദീദി, അപ്പൊ വീണ്ടും ആ പാവം യുവതി പറയാ, ദീദി, ചേച്ചി, സൗത്തോ ബഹുത് കമ്മേ, 100 രൂപ വളരെ കുറവാണ്. കഹത്തെ ഹുയേ ഉസ്കാ ഗലാ റൂന്ത് ഗയ. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ സ്ത്രീക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവർ ഉസ്കി കജരാരി ആംഖേം ഭർ ആയി. അപ്പൊ തന്നെ ആ കണ്ണ് എഴുതി നമ്മള് കാജല് കൺമഷിയൊക്കെ എഴുതി ആ കണ്ണ് ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. കാരണം സ്വാഭാവിക സാഹചര്യം കൊണ്ടായിരിക്കും ഒരു സ്ത്രീ നമ്മള് ഇതുപോലെ എന്തിനിറങ്ങുന്നത്, കച്ചവടത്തിന് ഇറങ്ങുന്നത് അല്ലെ. അപ്പൊ ആ ഒരാള് നമ്മൾ സമീപിക്കുന്ന എന്തിനാ? നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും വിറ്റുപോയാൽ അതിൽ എന്തെങ്കിലും നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു ഇതിലാണ് അത്രയും ബാർഗെയിൻ ചെയ്യുന്നത്, മീൻസ് കൺവിൻസ് ചെയ്യിക്കുന്ന ഒരാളെ. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡുള്ള ആള് നമ്മൾ ബാർഗെയിൻ ചെയ്യും അല്ലെ. അപ്പോ അങ്ങനെ എടുക്കില്ല, ഈ കച്ചവടം നടക്കില്ല എന്നുള്ള ഒരു ധാരണയില് ആ യുവതി, ആ സ്ത്രീക്ക് സങ്കടം വന്നു. അതാണ്, നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ മക്കളെ, പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ കിട്ടുമല്ലോ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.